British police were attacked by illegal migrants along the road, and as the policeman was trying to arrest them, they retaliated and instead attacked him. ഹലോ ഫ്രണ്ട്സ്, യു കെയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഇല്ലീഗൽ എമിഗ്രൻസ് യു കെയിൽ എത്തിയതിനു ശേഷം അവർ നടത്തുന്ന പ്രവർത്തികളാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ആദ്യം കണ്ടത്. ബ്രിട്ടീഷ് പോലീസിന് പോലും അവരെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോഴവർ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെറിയ ബോട്ടുകളിലൊക്കെ ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇപ്പോൾ യു കെ ഗവൺമെൻറ് അവർക്ക് പാർപ്പിട സൗകര്യങ്ങൾ ഒപ്പിക്കാനായിട്ട് അവർ വലിയ രീതിയിലാണ് ഇപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം 5 സ്റ്റാറും 4 സ്റ്റാർ ഹോട്ടലുകളൊക്കെ ആയിരുന്നു അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അത് ബില്യൺ കണക്കിന് പൗണ്ടാണ് ഇതുപോലൊക്കെ ഇല്ലീഗലായിട്ട് യു കെയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി യു കെ ഗവൺമെൻറ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യു കെയിൽ ഒഴിഞ്ഞു കിടക്കുന്ന നേഴ്സിംഗ് ഹോമുകളും അതുപോലൊക്കെ തന്നെ സ്റ്റുഡൻസിൻ്റെ അക്കോമഡേഷൻ ഫ്ലാറ്റ്സുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന അതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് ഇവരെ പോലുള്ള ആൾക്കാരെ അവിടെ പാർപ്പിക്കാനായിട്ടാണ് ഗവൺമെൻറ് ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ വന്നിരിക്കുന്ന ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരെ ഇതേപോലെയുള്ള പൊതുനിരത്തുകളിൽ ഇറങ്ങിക്കഴിഞ്ഞ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന കാഴ്ചകളാണ് യു കെയിൽ ഇടനീളം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് പോലീസിനാണെന്നുണ്ടെങ്കിൽ പോലും ഇവരെ നിയന്ത്രിക്കുന്നതിന് കുറച്ച് പരിധികളുണ്ട്. നമ്മൾ ആ വീഡിയോയിൽ കാണുമ്പോൾ പോലീസുകാർ ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. അവർ മാക്സിമം അവർ തിരിച്ച് അടിക്കാനായിട്ടോ അല്ലെ അവരെ ആക്രമിക്കാനായിട്ടോ അവർ മുതിരുന്നില്ല. കാരണം ഇവിടുത്തെ ഒരു പോളിസി അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഒരു കാര്യം കൊണ്ടായിരിക്കും ബ്രിട്ടീഷ് പോലീസുകാർ അങ്ങനെ പബ്ലിക്കായിട്ട് അവർ ചെയ്യാത്തത്. Do you think immigration has made Leicester better or worse? I think it's made it better, but I can't really complain about that. How do you think immigration has changed Leicester? No, look, nowadays people have no times to think about the immigration because day by day life is so tough financially, job-wise. When did you come here? It was 28 January, the first year, this year. Yeah. Where did you come from? From Zimbabwe. From Zimbabwe, yeah. Why did you come here? It's because for green pasture, you know, and that you have a better life. Do you think that immigration has made Britain worse or a better place? When I came, it was a better place, but now everything is so difficult. യു കെയെ സംബന്ധിച്ചോളം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ലീഗലായിട്ട് വളരെ അധികം ഉന്നത വിദ്യാഭ്യാസമുള്ള ആൾക്കാർ യു കെയിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടുത്തെ നമ്മുടെ ഹെൽത്ത് കെയർ മേഖലയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആയിരക്കണക്കിന് വേക്കൻസികൾ യു കെയിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും NHS ഹോസ്പിറ്റലുകൾ ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയും ഒക്കെ വേക്കൻസികൾ ധാരാളമായിട്ടുണ്ട്. വിൻ്ററൊക്കെ ആയതോടുകൂടി വലിയ പ്രഷറിലാണ് ഇവിടുത്തെ NHS ഹോസ്പിറ്റലുകൾ ഇവിടെ കഴിഞ്ഞു പോകുന്നത്. പക്ഷേ ഗവൺമെൻറ്റിന് ഇങ്ങനെയുള്ള ആൾക്കാരെ പോലും ഇവിടെ റിക്രൂട്ട് ചെയ്ത് യു കെയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. കാരണം നെറ്റ് എമിഗ്രേഷൻ കൂടിയതോടെ ഏതെങ്കിലും വിധത്തിൽ അവർക്ക് നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കാനാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഏറ്റവും കൂടുതൽ വേക്കൻസികളുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയായ NHSനെ പോലും പ്രതിസന്ധിയിലാഴ്ത്തിക്കൊണ്ട് ഇതേപോലെയുള്ള റിക്രൂട്ട്മെൻറ്റുകൾ ഇപ്പോഴും നിർത്തിവച്ചിരിക്കുന്നത്. ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. ലേബർ ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഏകദേശം 20,000-ൽ പരം ആൾക്കാരാണ് ഇല്ലീഗലായിട്ട് മാത്രം യു കെയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു ഡിസംബർ 1 വരെയുള്ള കണക്കുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ബോട്ടുകളിലായിട്ട് യു കെയിലേക്ക് എത്തിച്ചേർന്ന ഇല്ലീഗൽ എമിഗ്രൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 33,684 ഡിസംബർ 12-ൽ മാത്രം ഏകദേശം 9 ബോട്ടുകളിലായിട്ട് 609 ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരാണ് യു കെയിലേക്ക് എത്തിച്ചേർന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ കൊണ്ട് യു കെക്ക് യാതൊരു പ്രയോജനമില്ലെന്ന് മാത്രമല്ല അവരെ കൊണ്ട് ബില്യൺ കണക്കിന് ചിലവാണ് യു കെയുടെ ഖജനാവിൽ നിന്നും അവർക്ക് വേണ്ടി ഇപ്പോഴും ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന ആൾക്കാർ യു കെയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് പാർപ്പിട സൗകര്യം കൊടുക്കണം, അവർക്ക് ഭക്ഷണ സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഇതേപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്നുള്ള ഫണ്ട് കൊണ്ടാണ് ഇവരെ തീറ്റിപ്പോറ്റുന്നത്. ലേബർ ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള IT എഞ്ചിനീയേഴ്സിനെയും അതുപോലെ തന്നെ മറ്റുള്ള എഞ്ചിനീയേഴ്സിനെയും യു കെയിൽ നിന്ന് തന്നെ റിക്രൂട്ട് ചെയ്യണം. യു കെയിലുള്ള കമ്പനികൾ അവരെ കുറച്ചുകൂടി അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട് അവരെ ആ ഒരു നിലയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ യു കെ ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ അതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാകുമെന്നുള്ളത് അതായത് കമ്പനി
കമ്പനികൾക്ക് പോലും ഇതുവരെയും യാതൊരു ഊഹവുമില്ലാത്ത കാര്യമാണ്. കാരണം നമുക്കറിയാം UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കമ്പനികൾക്കും 100 കണക്കിന് ഇതേപോലെയുള്ള എംപ്ലോയീസിനെ ആവശ്യമുണ്ട്. പക്ഷെങ്കിൽ അവർക്ക് ഒരാളെ പോലും ഇപ്പോഴും വിദേശ രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഗവൺമെൻറ് ലോക്കാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ UK ഈ ഒരു ലേബർ ഗവൺമെൻറ് 5 മാസം മാത്രമാണ് ഭരിച്ചത്. വീണ്ടും UK ഒരു റിസഷനിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. കാരണം ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോഴേക്കും അടുത്ത വർഷം 2025 ന്യൂ ഇയർ ഒക്കെ വരുമ്പോഴേക്കും വീണ്ടും ഒരു റിസഷനിലേക്ക് കൂപ്പുകുത്താനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ UK നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സാധനങ്ങൾക്ക് വീണ്ടും ഇപ്പോൾ വില കൂടി വരുന്നുണ്ട്. ഇൻഫ്ലേഷൻ റേറ്റ് 2.6 ഇപ്പോൾ കടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ UK ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിതാപകരമാണ്. നമ്മൾ ഒരു വർഷത്തിന് മുമ്പ് കണ്ട ആ ഒരു UK ആ ഒരു സമയത്തേക്ക് ഇപ്പോൾ തിരിച്ചു പോകാനുള്ള ഒരു സൂചനകളാണ് ഇപ്പോഴേ വന്നിരിക്കുന്നത്. കാരണം റിസഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നിലനിൽപ്പ് അല്ലെങ്കിൽ ഇവിടുത്തെ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ വീണ്ടും തകിടം മറിയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ 100 കണക്കിന് നേഴ്സസും അതേപോലെ തന്നെ ഡോക്ടേഴ്സും മറ്റ് IT ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള എൻജിനീയേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും UK സ്വപ്നം കണ്ടിരിക്കുന്നവരാണ്. ഇനിയും ഇപ്പോഴ് ഒരു റിസഷനിലേക്കാണ് പോകുന്നതെങ്കിൽ വീണ്ടും ഈ റിക്രൂട്ട്മെൻറ്റുകളെ എല്ലാം തന്നെ അത് ബാധിക്കുന്നതിന് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈവൻ നേഴ്സസിനാണെങ്കിൽ പോലും UK പെട്ടെന്നൊന്ന് കയറി വരാനായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു റിക്രൂട്ട്മെൻറ്റുകൾ റീസ്റ്റാർട്ട് ചെയ്യാനോ ഉള്ള സാധ്യതകൾ വളരെ അധികം കുറവാണ്. കാരണം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ IELTS അല്ലെങ്കിൽ OET പാസ്സായിട്ടിരിക്കുന്ന CBT കൊണ്ട് പാസ്സായിട്ടിരിക്കുന്ന ആൾക്കാർ അവരുടെ ആ ഒരു ടൈം ഒരു 2 വർഷം എന്നുള്ളത് ലാസ്റ്റ് 6 മന്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് വലിയ ഹോപ്പുകൾ ഒന്നുമില്ലെന്ന് തന്നെ പറയാം. നമുക്ക് ഇപ്പോൾ UK അടച്ചിട്ട് കഴിഞ്ഞാൽ പോലും അവർക്ക് ഓസ്ട്രേലിയയിലേക്കോ അല്ലെങ്കിൽ ന്യൂസിലൻഡിലേക്കോ അവർ കാനഡയിലേക്കോ ഒക്കെ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ അവർക്ക് ഇതേപോലെയുള്ള രാജ്യങ്ങളിലേക്ക് അവർക്ക് ചേക്കേറാമായിരുന്നു. പക്ഷേങ്കിൽ ഈ മെയിനായിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് മുഴുവനും ഇപ്പോഴവർ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് UK വരുന്ന നേഴ്സസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെയധികം കുറവാണ്. ഏതെങ്കിലുമൊക്കെ NHS ഹോസ്പിറ്റൽ അവർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുന്ന നേഴ്സസ് മാത്രമാണ് UK വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ നേഴ്സിംഗ് ഹോമുകൾ അവർക്ക് ആവശ്യമുള്ള നേഴ്സസിനെ മാത്രമാണ് റിക്രൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും NHS ഹോസ്പിറ്റലിലേക്ക് ഏതെങ്കിലും ഏജൻസിയുടെ ത്രൂവിൽ പൈസ കൊടുത്ത് വരാമെന്നുള്ള ഒരു ധാരണയിൽ ആരും തന്നെ പൈസ കൊടുക്കരുത്. ഈവൻ നേഴ്സിംഗ് ഹോമിലാണെങ്കിൽ പോലും അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല നല്ല നേഴ്സിംഗ് ഹോം ആണെന്നുണ്ടെങ്കിൽ അവർ ഏജൻസി വെച്ചുകൊണ്ട് അവർക്ക് പൈസ കൊടുത്തുകൊണ്ട് അവർ റിക്രൂട്ട് ചെയ്യാറില്ല. അവരവരുടെ വെബ്സൈറ്റിൽ അവരുടെ ജോബ് വേക്കൻസികൾ ഇട്ടുകൊണ്ട് ഇൻ്റർനാഷണലി അവർക്ക് CS കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അവർ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റ് ത്രൂവിൽ നിങ്ങളുടെ CV കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് UK വരാനായിട്ട് സാധിക്കും. അല്ലാതെ ഒരു ഏജൻസിക്കും പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റിൽ പോലും നിങ്ങൾക്ക് UK NHS ഹോസ്പിറ്റലുകളിൽ ഒരു ജോലി ലഭിക്കത്തില്ല. കാരണം പല ഏജൻസികളും ഇപ്പോൾ NHS ഹോസ്പിറ്റലിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുവരാമെന്നുണ്ടൊക്കെ അഡ്വർടൈസ്മെൻറ്റുകൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാരണത്താൽ നിങ്ങൾക്ക് UK വരാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഇവിടുത്തെ മിക്കവാറുമുള്ള NHS ഹോസ്പിറ്റലുകൾക്ക് ധാരാളം വേക്കൻസികൾ ഉണ്ടെങ്കിലും ഗവൺമെൻറ് ഇപ്പോൾ CS കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് കൊടുക്കാനായിട്ട് ഹോം ഓഫീസ് വലിയതായിട്ട് അവർ ഇൻട്രസ്റ്റ് കാണിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. കാരണം UK കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശമാണ്. ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു UK സുവർണ്ണകാലം വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ്, ഋഷി സുനക്കിൻ്റെ സമയം കഴിഞ്ഞ്, അപ്പോൾ അതിനേക്കാട്ടിലും നല്ലൊരു ഗവൺമെൻറ്റാണ് വരാൻ പോകുന്നത്. പക്ഷെങ്കിൽ നേരെ തിരിഞ്ഞു, എല്ലാം തകിടം മറിയുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്ന ഒരു സമയത്ത് ഇപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് കൂടിയതുകൊണ്ട് തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോഴും അതേ പടിയിൽ തന്നെ ഇപ്പോഴും നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK കുറച്ച് പരിതാപകരമായ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നമ്മൾ മറ്റൊരു കടന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.